നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ, കൊടുക്കണം. അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. കൃഷ്ണകുമാറിന്റെ മകൾ ദിയയ്ക്ക് അല്ലെങ്കിൽ ഓസിക്ക് നൂത്തു പിടിച്ച് ചെവിക്കല്ലിന് ഒരു അടി കിട്ടിയ പ്രതീതിയായിരിക്കും പേർലി മാണിയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ ഒരു സിറ്റുവേഷനിൽ എടുത്തു വെച്ച ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം. സ്വന്തം അമ്മയല്ലാതെ മറ്റൊരാളുടെ അമ്മയെ പോലും അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയെ പോലും, അതൊരിക്കലും വേറെ ആരുമായിട്ടല്ല കമ്പയർ ചെയ്ത്, സ്വന്തം ഭർത്താവിന്റെ സ്വന്തം അമ്മയെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് റോഡിൽ കൂടെ പോകുന്ന ആരെയും എനിക്ക് അമ്മ എന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല. ചിലപ്പം ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ മറ്റാരെയും അമ്മയെന്ന് വിളിപ്പിക്കാനായിട്ട് ഈ കൊച്ചിനെ കൊണ്ട് പ്രേരിപ്പിക്കാത്ത ഒരു കാര്യം തന്നെ ആയിരിക്കും. അത് കാണുന്നവർക്കറിയാം. കാരണം പഴയ ബ്ലോഗിലോട്ട് ചെന്നാലോ ആ കുട്ടിയുടെ പഴയ സംസാരം, അതായത് കല്യാണത്തിന് മുമ്പുള്ള ദിയയുടെ അമ്മ വിളിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം മീനമ്മ മീനമ്മ മീനമ്മ. ആ വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഒരു മീനുകളുടെ അമ്മ അതിനകത്ത് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ വരെ നമുക്ക് മുന്നിലേക്ക് വ്ലോഗ് കാണിച്ചൊരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ഒരു മാറ്റം. അമ്മയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു അമ്മ സിന്ധു കൃഷ്ണയുണ്ട്, അല്ലാതെ എനിക്ക് മറ്റാരെയും എനിക്ക് അമ്മയെന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആലോചിക്കണം, പഴയ വ്ലോഗ് കണ്ടവർക്ക് അമ്മയെന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിച്ച് കിടന്ന് ഓടുന്നതും വ്ലോഗ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന്. പിന്നെ അത് പണത്തിൻ്റെ കുഴപ്പമായിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറഞ്ഞാലും മതി, കണക്ക് കൂട്ടിയാലും മതി. അപ്പോൾ പേർലി മാണിയുടെ ഒരു വ്ലോഗ് നിങ്ങൾ കാണണം. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ രേഖപ്പെടുത്തണം. മറ്റാരുടെയും അമ്മമാരെയും സ്ത്രീകളെയും പോയി അമ്മയെന്ന് വിളിക്കണമെന്ന് പറയുമല്ല നമ്മൾ. പക്ഷേ അതൊരു മര്യാദയാണ്, ഒരു ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയുന്നത് പോലെ പ്രായത്തിന് മൂത്ത ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴത്തേന് അത് ചിലപ്പം വളർത്തു ഗുണം കൊണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനില്ലേ, അതൊരു മര്യാദയാണ്. ആ ഒരു മര്യാദ എന്താണെന്ന് ഞാൻ കാണിക്കാൻ വന്നത്. അതായത് കാണിക്കാൻ വന്ന വീഡിയോ വേറൊന്നുമല്ല, സ്വന്തം പേർലി മണിയുടെ കൂടെ തന്നെ കുഞ്ഞിനെയൊക്കെ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിക്ക് മക്കൾക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അതായത് വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡ് ചിലപ്പോൾ ആൾക്കാർ മേടിച്ചു കൊടുക്കാം. പക്ഷെ ആ മേടിച്ചു കൊടുക്കുമ്പം നമ്മൾ അവരെ ഒരു ഗിഫ്റ്റ്, ഒരു സാധനം നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ എന്നാ പിടിച്ചോ ഇങ്ങനെ കൊടുക്കുന്നത് വേറെ ആയിരിക്കും, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേറെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇതിനകത്തൂടെ ഈ ഒരു സാധനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ 2 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എൻ്റെ അനിയത്തിയാണിത്. സോ എൻ്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ മുഖം വാടിയാൽ പോലും ഒരു ചായ തരും, അങ്ങനത്തെ ഒരാളാണ്. അവർക്കറിയാം എന്താണ് എനിക്കും എൻ്റെ പിള്ളേർക്കും എല്ലാത്ത കാര്യങ്ങളും. അതുകൊണ്ട് യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. അതുകൊണ്ട് ഞങ്ങളൊരു ബർത്ത്ഡേ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ നോർമൽ ഡേ, ബട്ട് വാണ്ടഡ് ടു ഗിവ് യു. അങ്ങനെ തന്നെ വേണം. ആ ഒരു സാധനവും ഈ ഒരു വ്ലോഗും ഈ ഒരു പ്രതീതിയും ദിയയ്ക്ക് കിട്ടിയ അടി വേറൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഇതേ സമയം എനിക്ക് തോന്നുന്നു ദിയ കൃഷ്ണയുടെ വീട്ടിൽ നിന്നും 65 ലക്ഷം രൂപ തട്ടിക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്റ്റാഫുകളുടെ അടുത്തുള്ള പെരുമാറ്റവും കാര്യങ്ങളും അതൊക്കെ നമ്മളവരെ സപ്പോർട്ട് ചെയ്തുള്ള കാര്യമാണ്. കറക്റ്റ് 1 വർഷം കഴിയുമ്പോഴത്തേക്കും അവർ കൊണ്ടുവന്നെടുത്ത് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രതീതി ഇമേജും എല്ലാം കൂടെ ആ കുടുംബം തന്നെ ഇട്ട് തച്ചുടച്ച് കളയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലൂടാനോ? എന്റെ മാലയത്, ഇത് രഞ്ജുയുടെ മാലയാ. അച്ഛാ എനിക്കിത് കണ്ടപ്പോ ദിയ കൃഷ്ണനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് സഹോദരിമാരുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുമുണ്ട്. അപ്പം അശ്വിനൊരു സഹോദരി ഉണ്ടെങ്കിൽ അതിനെ എന്തുമായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്? അശ്വിന്റെ സഹോദരി എന്നായിരിക്കുമല്ലേ വിളിക്കുന്നത്? അശ്വിന്റെ അനിയത്തി, അശ്വിന്റെ ചേച്ചി, അശ്വിന്റെ അനിയ, അശ്വിന്റെ ചേട്ട, അശ്വിന്റെ വല്യച്ഛ. ഓ, എന്ത് ഗംഭീരമായ ഒരു കുടുംബം ഇല്ലേ! എന്ത് ഗംഭീരമായിട്ടാണ് ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത്. റോബോട്ടിക്കൽ ഫാമിലി. ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം. കറക്റ്റ്. ദിയയുടെ നെഞ്ചത്ത് കയറിയിരുന്ന പൊങ്കാല ഇടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് എന്തായാലും കാണിച്ചു വെച്ചത്.
അത് ഒരിക്കലും അവരല്ല ഇത് കാണിക്കുന്നത്. ഇവരുടെ എല്ലാം വ്ളോഗുകൾ കാണുന്ന ഓഡിയൻസിനാണ് ആ ഒരു കമ്പാരിസൺ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, അല്ലാതെ മറ്റാൾക്കും അല്ല. ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർ അവർ ജീവിച്ചൊരു ജീവിത സാഹചര്യവും അവർ വളർത്തിയ ഒരു സാഹചര്യം ഈ കാണുന്ന വീക്ഷണ കോണകത്തിനകത്തുള്ള ഒരു നോക്കുമ്പോഴത്തേന് ദിയെ കാണിച്ചതാണെങ്കിൽ ഈ ലോകത്തൊന്നും ആരും കാണിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതുപോലും പുറത്ത് പ്രകടിപ്പിക്കാതെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആൾക്കാർ പോകുന്നത്. അപ്പോൾ അതിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒരു കുടുംബം കൂട്ടത്തിലൊരു 4 പെമ്മക്കൾ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് വലിയൊരു കമ്പാരിസൺ അതിനകത്ത് കമ്പാരിറ്റീവ്ലി നല്ലത് ഏതാന്ന് നോക്കിയിട്ട് എന്തായാലും ഉണ്ടാവുന്ന തന്നെ ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഒന്നൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് ഞാൻ കാണിച്ചിരും. ഇതാണ് വളർത്തുഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെ പോലുള്ള വഴിയെ പോകുന്നവര് ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ് ടീംസിനെ പോലെയല്ല പേർളി ചേച്ചി. ശ്രീനിയേട്ടന്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയും ആണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അത് ചേച്ചി എന്ന് മാത്രമല്ല ഒരു 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 പരിധിയല്ല. ഞാൻ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയുള്ള ദിയെ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അല്ലാതെ സ്നേഹം ഉള്ളിടത്തെല്ലാം ഈ ട്രീറ്റ് കാണും, സ്നേഹം ഇല്ലാത്തടത്തായിരിക്കും ഹേയ് ബാച്ചു ഇങ്ങനെ കിടന്ന് വിളിക്കുമല്ലോ. അതിലൊക്കെ മീൻകാരൻ എന്തോ മീനെന്തുവാ അങ്ങനെ ആയിരിക്കും ഞാൻ അമ്മായച്ചനെ വിളിക്കുന്നത്. അല്ലാത്തടത്തെല്ലാം ഈ ട്രീറ്റും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ കാണും. അത് സോഷ്യൽ മീഡിയ വഴി പേർളി മാണി വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഓക്കെ, അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റും. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിൽ എത്തും. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്ന അശ്വിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. ഇവള് കഴിഞ്ഞൊരു സ്റ്റോറി ഇട്ടതിനകത്ത് ഉണ്ടായിരുന്നല്ലോ, ഞാൻ അവർക്ക് ബിസിനസ്സിനകത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, സോ ഞങ്ങൾ തമ്മിലുള്ള ഡീൽസ് അങ്ങനെയാണെന്ന്. അവനെ OLX-ലിട്ട് മേടിച്ചതാ അവള്, എനിക്ക് ഉറപ്പാ. OLX-ലിട്ട് വില പറഞ്ഞ് മേടിച്ചതാ. ഇനിയിപ്പോ ഉരുപ്പടിക്ക് വേറെ മാറ്റമൊന്നുമില്ല, ഉരുപ്പടി അത് തന്നെ. അതിന്റെ ഒരു കമ്പാരിസണും ഈ ഒരു സംഭവം തമ്മിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. പേളിമാണിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആയക്ക് പേളിമാണി ഒരു സമ്മാനമായി സ്വർണ്ണമാലയും ഒരു ബ്രേസ്ലെറ്റും കൊടുക്കുന്നു. ഒരുപാട് മലയാളികളുടെ കണ്ണു നിറയുന്നു, പേളിമാണിയുടെയും കണ്ണു നിറയുന്നു. ഒരു സ്വർണ്ണവില കുതിച്ചു ഉയരുന്ന സമയത്താണ് പേളിമാണി ആ സ്നേഹ സമ്മാനം കൊടുത്തത്. പക്ഷേ ഇതിന്റെ കമന്റ് ബോക്സുകളിൽ വരുന്ന ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ദിയകൃഷ്ണ കണ്ടു പഠിക്കുക, ഇതാണ് ഒരു മാതൃസ്നേഹം, അല്ലാതെ വഴി കൂടെ പോകുന്നവരെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല. നിമിഷ കണ്ടിരുന്നോ? തീർച്ചയായും സത്യം പറഞ്ഞൊരു സന്തോഷമുള്ള വാർത്തയായിരുന്നു അത്. പക്ഷെ അതിലും രസകരമായ കമന്റുകളാണ് വന്നത്. ഈ സന്തോഷ വാർത്ത പങ്കുവെക്കുമ്പോഴും ആൾക്കാരുടെ ഒക്കെ ആവേശം ദിയാകൃഷ്ണനെ തെറി വിളിക്കുന്നതല്ല. ഇതിലിപ്പം പേളിമാണി വീട്ടു ജോലി ചെയ്യുന്ന ആയിക്ക് സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും മേടിച്ചു കൊടുക്കും. അതിന്റെ കമന്റ് ബോക്സിൽ ദിയാകൃഷ്ണനെ ഇങ്ങനെ പൊങ്കാലിയുടെ കാരണം എന്തായിരിക്കും? പക്ഷെ അതിൽ പൂർണ്ണമായിട്ട് തെറ്റ് പറയാനും പറ്റത്തില്ല. കാരണം പേളിമാണിയുടെ ഒരു ഗസ്റ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന അത് വേറൊന്നും കൊണ്ടല്ല, ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം ആൾക്കാർ കാണുന്നതാ. ഇപ്പൊ മോഹൻലാലിന്റെ ഒരു സിനിമ വരുമ്പോഴത്തേന് മമ്മൂട്ടിയുടെ സിനിമ കൊള്ളത്തില്ലെങ്കിൽ എടുത്തു വെച്ച് കമ്പയർ ചെയ്യത്തില്ലേ, കണ്ടോ ഞങ്ങളെ ലാലേട്ടൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളു. ആ സെയിം സാധനം തന്നെ ഒരേ ഫീൽഡിൽ ഒരേ രീതിയിലുള്ള വ്ളോഗുകൾ ചെയ്യുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കിന് ഒരു സ്ഥലത്ത് കംപ്ലീറ്റ്ലി നെഗറ്റീവും ഏകാധിപതിയും പിണറായി വിജയന്റെ മരുവോള കണക്കുള്ള പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റൊരിടത്ത് അങ്ങനെയല്ല, ജനനന്മയും കാര്യങ്ങളും സ്നേഹവും വാത്സല്യം വരുമ്പോഴത്തേന് ആൾക്കാരെ ചാഞ്ചാട്ടം അങ്ങോട്ടും പോയി തിരിഞ്ഞു നിന്നില്ല, അവന്റെ തന്തയ്ക്കും വിളിക്കും. അത് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പർട്ടിക്കുലർ ആയെ വിളിക്കുന്നത് ചേച്ചി എന്നാണ്. എന്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ കാണുന്നത്, ഒരായായിട്ടല്ല. സ്വന്തം അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ഒരു ഭാഗത്ത് നിന്ന് ദിയാകൃഷ്ണൻ പറയുന്നു. അതേസമയം വീട്ടിലെ ആയെ എന്റെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ് ചേച്ചി എന്ന് വിളിക്കുന്നു. അപ്പോൾ പേളിമാണി പറഞ്ഞിട്ടില്ല ഇത് ആയയാണോ വീട്ടു ജോലിക്കാരിയാണോ, ചേച്ചി എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ വ്യക്തികളാണ്. പേളിമാണിക്ക് ഒരു വ്യക്തിത്വം, ദിയാകൃഷ്ണയ്ക്ക് മറ്റൊരു വ്യക്തിത്വം. രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണല്ലേ വളർന്നു വരുന്നത്. പക്ഷെ നമുക്ക് അതിന് ശരിക്കും പറഞ്ഞാൽ കമ്പാരിസന്റെ ഒരു ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടെ എങ്ങനെ ഒരാളെ അഭിസംബോധന ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാഹചര്യത്തെ മാറ്റാന്നുള്ള ഇതിനാണ് ആൾക്കാർ കമ്പാരിസൺ ചെയ്യുന്നത്. ദിയാകൃഷ്ണൻ ഇത് കണ്ടുപിടിക്കണം, ചേച്ചി ഒരാൾ ഉപയോഗിക്കുന്ന വാക്ക്, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അജിന് എന്ത് തോന്നിയത്? ദിയാകൃഷ്ണൻ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയത്തില്ലേ, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൽ ദിയാകൃഷ്ണൻ പറഞ്ഞതിൽ ഏറ്റവും വിഷമമായ ദിയാകൃഷ്ണ ഭർത്താവിനാണ്. കാരണം ഭർത്താവിന്റെ അമ്മയാണ് ദിയാകൃഷ്ണൻ പറയുന്നത്, വഴി കൂടെ പോകുന്നവരെ പോലും ഞാൻ അമ്മ എന്ന് വിളിക്കത്തില്ല. അയ്യോ, ആ ഒരു കാര്യം മാത്രമല്ല, കാവിലെ ഭഗവതിയാണ് അമ്മയെന്ന് വിളിക്കാനെന്ന്. അത് ഈ പറയുന്ന വളർത്തുഗുണം, ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ അമ്മ ഞാൻ മാത്രമാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മ എന്നെ മാത്രമേ അമ്മയെന്ന് വിളിക്കാവുള്ളൂ. പക്ഷെ അതിൽ പേളിമാണി ഇനി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വീട്ടു ജോലിക്കാരി, എനിക്ക് തോന്നുന്നു 2026 കാലഘട്ടമായാലും ഇന്നും ചില വീടുകളിൽ ജോലിക്ക് വരുന്നവരെ അടുക്കളയിൽ ഇരുത്തി മിറ്റത്തിരുന്ന് കഴിച്ചോളാൻ പറയുന്ന ആളുകൾ ഇന്നിവിടെ ഉണ്ട്. ആ ഡൈനിങ് ടേബിളിൽ പോലും നമ്മൾ കഴിക്കുന്നിടത്ത് പോലും കഴിക്കാൻ ഇരുത്താതെ, നിങ്ങളൊക്കെ വേലക്കാരിയാണ്, മാറിപ്പോയി പറമ്പിരുന്ന് കഴിച്ചാൽ മതി, അവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് പ്ലേറ്റ്, അവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് ഗ്ലാസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം മാറിയാലും ഈ ഒരു ചിന്താഗതി ചില ആളുകൾ. കറക്റ്റ് അജിൻ, ഈ പറഞ്ഞ കാര്യം കറക്റ്റാ. ഈ സമൂഹത്തിൽ ഇപ്പോഴും അതുപോലുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ പുറംപണി ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ഒരു വെള്ളം കുടിക്കാൻ പോകുമ്പോഴത്തേക്കിന് ചിലപ്പോൾ അത് ബാക്കിൽ കൂടെ വെള്ളം കുടിക്കാനെന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ നിലവിൽ ഈ സിറ്റുവേഷനിൽ ജീവിക്കുന്നുണ്ട്.
അത് പക്ഷെ പ്രായമുള്ളവരാ. അതിനിടയിൽ ദിയാകൃഷ്ണൻ എങ്ങനെ വന്നേ? ഇതിന്റെ ഇടയിൽ പ്രായമുള്ളത് കണ്ടുപിടിച്ചതായിരിക്കും. കുഴികുത്തി ചോറ് കൊടുത്തിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ ഇതല്ല, ഇതിന്റെ അപ്പുറം കാണിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴാണ് പേളിമാണി ഈ ഒരു നല്ല മനസ്സ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിമിഷ ചില കമന്റുകൾ പേളിമാണിയുടെ ബോക്സിൽ വന്നിരിക്കുന്നത്, ഇത് ഒരു പ്രൊമോഷന് വേണ്ടിയല്ലേ, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. അതായത് പേളിമാണിക്ക് വേണമെങ്കിൽ അത്രമേൽ സ്നേഹം ഈ പറയുന്ന, ഞാൻ ആയെന്ന് ഉപയോഗിക്കുന്നില്ല, സോറി, ഈ പറഞ്ഞ ചേച്ചിക്ക് പേളിമാണി പറഞ്ഞ വാക്ക് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല. ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവര് സ്വന്തം ഭർത്താവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സർപ്രൈസ് ആയിട്ട് കാണിക്കത്തില്ലേ? സ്വന്തം അനിയത്തിക്ക് കൊടുക്കുന്നത് സർപ്രൈസ് ആയിട്ട് കാണിക്കത്തില്ലേ? അമ്മായിക്ക് അമ്മായി അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് കാണിക്കത്തില്ലേ? കൂടെ ജോലി ചെയ്ത ഒരു കൊച്ചിനെ അത് ജോലിക്കാരി അല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതെന്റെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ഒരു സാധനം മേടിച്ചു കൊടുക്കുന്നതിനകത്ത് എന്തോ കുറ്റം എന്തുവാ, കുറവെന്തുവാ? അവർക്കത് വ്ലോഗായിട്ട് ഇട്ടുകൂടെ? ഇടുന്നതിനകത്ത് എന്തോ കുഴപ്പം എന്തുവാ? ഇവിടെ ബാക്കിയുള്ള പ്രസവിക്കാൻ പോകുന്നതും അക്കൂസി പോകുന്നതും പ്രസവം വരെ എടുത്തു വെച്ച് വ്ലോഗ് ആക്കുന്നു. അതിനൊന്നും ആർക്കും പറയാനൊന്നുമില്ല. എന്തൊരു വിലപാടാണെന്തോ. എടുക്കാം. ഈ പറഞ്ഞ ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നേ, അത് ആ പേളിയും ആ ചേച്ചിയും അറിഞ്ഞാൽ പോരെ. അതിന് വീഡിയോ എടുത്തിട്ടു ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആയക്ക് അവരുടെ മക്കൾ നാളെ ഇത് കാണും. യൂട്യൂബ് വീഡിയോ ഒരിക്കലും ഡിലീറ്റ് ആയി പോകുന്നതല്ലോ. അവരുടെ മക്കൾ കാണുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കും. ഇല്ലല്ലോ, ചേച്ചിക്ക് ഒരു സമ്മാനമായിട്ട് ഒരു ബ്രേസ്ലെറ്റ് മാലയാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു മാതൃകയായിട്ട് ഇപ്പൊ ഞാനിപ്പോ നിമിഷയ്ക്ക് ഈ ഒരു വള ഗിഫ്റ്റ് ആയിട്ട് തരുന്നു. ഞാനിത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നു. എല്ലാവരും 100 നല്ല കമന്റ്സ് പറയുന്നു. നിമിഷയുടെ മക്കളോ നിമിഷയുടെ അമ്മയോ നാളെ, അയ്യോ നമ്മളെ നമ്മുടെ കുടുംബത്തിനൊരു പേരുദോഷം ഉണ്ടാക്കിയല്ലോ, ഇത് വീഡിയോ ഇടുന്ന ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞ നിമിഷം എന്ത് റിയാക്ട് ചെയ്യും? അതിന് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുതെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൊസൈറ്റി അറിഞ്ഞാൽ നല്ലതാണ്, മാതൃകയാവട്ടെ. ഇതൊരു പക്ഷേ വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ ഇതിനെ കുട്ടി ഘോഷിക്കത്തില്ല. പേളിമാണി സൂപ്പർ സ്റ്റാർ ആണല്ലോ. പേളിമാണി ഓൾറെഡി അറിയപ്പെടുന്ന ഒരാളാണ്. എന്നിരുന്നാൽ കൂടെ നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന വലിയ സ്റ്റാർസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവരുടെ ഫാൻസ് അസോസിയേഷൻ എല്ലാവരും കൂടി വലിയൊരു ആഘോഷമാക്കി മാറ്റും. അപ്പൊ പേളിമാണി ഇത് ചെയ്യുമ്പോൾ അതിനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നല്ല അജിൻ പറഞ്ഞ ഒരു എക്സാമ്പിളിനകത്ത് ഒരു കാര്യം പറയാം. അജിൻ ഇപ്പൊ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെങ്കൊച്ചിന് ഇതെന്റെ അനിയത്തിയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഞാൻ ഇവക്ക് ഇത് കൊടുക്കുവാണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആര് വന്ന് ഇതിനകത്ത് കമന്റ് ചെയ്യും? ഈ പറഞ്ഞ രീതിയിൽ ആരും കമന്റ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. അതുപോലെ പറഞ്ഞു കൊടുത്തൊരു സാധനത്തിനെ നമുക്ക് ഇതുപോലെ എടുത്ത് വലിച്ചു കയറി സംസാരിക്കേണ്ടതും അതിനകത്തുള്ള നെഗറ്റീവ് കമന്റിന്റെ എണ്ണങ്ങൾ തപ്പിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല. കാര്യം ചെയ്താൽ നമ്മൾ നല്ലത് തന്നെ പറയണം. ഒരു പക്ഷേ ഇപ്പൊ വരുമാനം കിട്ടുന്നുണ്ടാവും. ആ യൂട്യൂബ് ഈ പറയുന്ന പർട്ടിക്കുലർ വീഡിയോക്ക് ഒരുപാട് റീച്ച് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ 8 ലക്ഷം പേരോളം തന്നെ വീഡിയോ കണ്ടു. അതിൽ നിന്ന് കിട്ടുന്നത് വരുമാനമാണ്. അതെ, പക്ഷേ ഈ വരുമാനം ഒക്കെ കൈ കിട്ടിയിട്ട് സ്വന്തമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, കാർ വാങ്ങിക്കുക, ഒരുപാട് വീട്ടിലെ വ്ലോഗ് ഒക്കെ ഇട്ട് കോൺട്രവേഴ്സ്യൽ ന്യൂസ് ഉണ്ടാക്കി അതിനെ കൊണ്ട് ബെൻസ് കാർ വാങ്ങിച്ച ആൾക്കാരെ അടക്കം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സമൂഹം ജീവിക്കുമ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. ഒരു മറ്റൊരു വ്യക്തിക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അല്ലേ ഈ സ്വർണ്ണ. നിമിഷം പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു റീച്ചിന് വേണ്ടി ചെയ്തതല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഫെയിമിന് വേണ്ടി റീച്ചിന് വേണ്ടി. എനിക്ക് പേഴ്സണലി പേളിമാണിയുടെ വീഡിയോ ആക്ച്വലി ബേസിക് ഞാൻ ഒരു കാര്യം പറയാം. പേളിമാണിക്ക് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്ത് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. സൗത്ത് ഇന്ത്യപ്പെട്ട ഒരുവിധം ബിഗ് സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു കൊച്ച്, വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ച്, വ്ലോഗിന് ഈ പറയുന്ന മില്യൺസ്, ആ പെണ്ണ് വേറെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും മില്യൺസ് വ്യൂസ് കിട്ടുന്ന ഒരാൾക്ക് 1 മില്യൺ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ സഹോദരി എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ വീഡിയോ ചെയ്ത് അതിനകത്തോട്ട് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പണ്ട് കാർത്തിക് സൂര്യ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഈ 1 ലക്ഷം രൂപ 1 രൂപ കോയിൻ കൊണ്ടുപോയി ഞാൻ ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് ഐഫോൺ മേടിച്ചത്. എനിക്ക് കൺഫേം ആയിരുന്നു ആ വീഡിയോ 1 മില്യൺ അടിക്കും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ അവൻ്റെ ഉറപ്പ് പോലെ തന്നെ ആ വീഡിയോ 1 മില്യൺ അടിച്ച്. അങ്ങനെ മഴയത്ത് വീഴുന്ന വേഴാമ്പിനെ പോലെ പേളിമാണി 1 മില്യൺ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കണ്ണുന്നിട്ട് കാത്തിരിക്കുന്ന ഒരാളൊന്നും അല്ല. ആ പെണ്ണൊന്ന് വീഡിയോ ഇട്ടോ 1 മില്യൺ അവിടെ ഒന്ന് വീണോളും. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കൊച്ചു. അതുകൊണ്ട് ഇതൊരു റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് നമുക്ക് പറയാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. മറ്റാരെങ്കിലും ചെയ്യുന്നതായിക്കോട്ടെ. ഇപ്പൊ ഇവൻ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സംശയിക്കാം ഇവ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയവനാന്ന്. സത്യമായിട്ടുള്ള കാര്യം കേട്ടോ, അല്ലാതെ പേളിമാണിയല്ല. എന്റെ കണ്ണ് പോലും നിറഞ്ഞു പോയിരുന്നു. അതിലെ കമന്റ് ബോക്സിൽ പറഞ്ഞു, തീർച്ചയായിട്ടും എന്റെ കണ്ണ് നിറഞ്ഞു. ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. പുള്ളിയുടെ കണ്ണുകളിൽ ആ വിഷമം കണ്ടു, ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പോസിറ്റീവ്. ഈ പേളിമാണിയുടെ കമന്റ് ബോക്സ് അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമന്റ് ആണ്, പേളിമാണി ബിഗ് സലൂട്ട്. ഞാനൊരു 8 വർഷമായിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. അവിടുന്ന് ഞാൻ മടങ്ങുമ്പോൾ ഒരു ഉടുപ്പ് പോലും എനിക്ക് ആ വീട്ടുകാർ തന്നിട്ടില്ല. അങ്ങനത്തെ വീട്ടുകാരും ഉണ്ട്. തീർച്ചയായും പോകുമ്പോൾ ഒരു ചെറിയൊരു വസ്ത്രം വാങ്ങിച്ച എത്രയോ, ഒരു 300 രൂപ 400 രൂപ പോലും ചെലവാക്കാൻ മടിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. ദിയാകൃഷ്ണയും പരസ്പരം സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അത് ഇതിനകത്തൊരു വ്യത്യാസം എന്താണെന്നറിയോ? നമ്മളൊരു ജോലിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് മന്ത്ലി സാലറി കൊടുത്താൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്ക് മന്ത്ലി സാലറി മാത്രം കൊടുത്താൽ പോരാ, കൂടെ സ്നേഹവും കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലുള്ള സ്നേഹം കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് ആണ്ടിലും സംക്രാന്തിക്കും ഈ പറയുന്ന ഏതൊക്കെ വിശേഷ ദിവസങ്ങളുണ്ടോ അപ്പോഴെല്ലാം അവർക്കൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും ഇതുപോലുള്ള സാമ്പത്തിക സഹായം, ചിലപ്പോൾ കടം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് അവരുടെ പൈസ കൊണ്ട് തരുമ്പോൾ കൊടുക്കും. അത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ആദ്യം പറഞ്ഞ ആൾക്കാരും ഉണ്ട്. ആദ്യം പറഞ്ഞ ആൾക്കാരിലും ഇപ്പൊ പറഞ്ഞ ആൾക്കാരിലും ബന്ധപ്പെടാത്തതാണ് കൃഷ്ണകുമാർ ഫാമിലി ആൻഡ് ദിയ. അത് വേറെ യൂണിവേഴ്സിലുള്ളവരാ.
ഇവിടെ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണയുടെ ഒരു സംസാര രീതി പലപ്പോഴും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതായിരിക്കാം. അതേസമയം പേളിമാണിയുടെ ഒരു സംസാര രീതി, പബ്ലിക് ആയിട്ടുള്ള സംസാര രീതിയോ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പേളിമാണി വളരെ പോസിറ്റീവാണ്. പക്ഷെ ചില കമന്റുകളിൽ വന്നേക്കുന്ന ഒരു കാര്യം, പേളിമാണിയുടെ മുഖം മൂടി മാറ്റാൻ സമയമായി, പേളിമാണിയുടെ മുഖം മൂടി ഇനിയെങ്കിലും മാറ്റണം, ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രം ചിരിക്കുന്ന ഒരു മുഖം അല്ലാത്തൊരു മുഖം പേളിമാണിക്കുണ്ട്. പക്ഷെ ഞാൻ നമുക്ക് വല്ലാണ്ട് ഡിഗ് ചെയ്ത് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്കൊരു മാതൃകാപരമായ ഒരു പെരുമാറ്റമാണ് പേളിമാണിയുടെ നമുക്ക് പബ്ലിക് ആയിട്ട് വീഡിയോയിൽ കാണുന്നത് അല്ലേ. നമുക്ക് പബ്ലിക് ഫിഗർ ആണ്, അവരുടെ എല്ലാവരുടെയും പേഴ്സണൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം കാണും. അല്ല, അവർക്ക് പേഴ്സണൽ ലൈഫ് ഇടാമെങ്കിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. പേഴ്സണൽ ലൈഫ് ഇടുന്നതിനകത്ത് ഈ പെൺകൊച്ചി ഇതുവരെ ക്യാമറക്കകത്ത് ഈ പറയുന്ന ഒരു മുഖംമൂടി അണിഞ്ഞിട്ടൊരു സാധനം ഒന്നും നമുക്കാർക്കും കാണാനായിട്ട് സാധിച്ചിട്ട് ഇനി മുഖംമൂടി അണിഞ്ഞൊരു സാധനം ഉണ്ടായിക്കോട്ടെ, അതിനകത്ത് കുഴപ്പമെന്തുവാ? രാഷ്ട്രീയ നേതാവല്ല, ജനപ്രതിനിധിയല്ല, മന്ത്രിയല്ല, MLA അല്ല. ഇത്രയും ആൾക്കാർക്കായിരിക്കും മുഖംമൂടി അണിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ വിഷയം ഉണ്ടാകുന്നത്, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പം ഞാൻ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇതുപോലെ തമാശകൾ പറയാനായിട്ട്, തമാശ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ കുറേ പേര് ചിരിച്ചിട്ട് അതുകൊണ്ട് പറഞ്ഞ അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫ് വരുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ നിന്റെ മുഖത്ത് പോലും നോക്കത്തില്ലായിരിക്കും, ഞാൻ തറയെ നോക്കി നടന്നു പോകുന്നവരുത്തനായിരിക്കും. എനിക്കത് താല്പര്യമില്ലായിരിക്കും, ഞാൻ അങ്ങനെ അടുത്തന്നെ. അപ്പം എന്തോ ചെയ്യും? അവൻ കണ്ട ക്യാമറ കിടന്ന് എന്തൊക്കെ കിടന്ന് കാണിക്കും, എന്നിട്ടാണ് നേരിട്ട് അവനെ ഒന്ന് കണ്ടപ്പോഴത്തേ അവൻ മുഖത്ത് പോലും നോക്കുന്നത്. അവൻ എന്തൊരു ജാടയാണ്, അവൻ മാറിനകത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ഫോണും നോക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോ അവൻ്റെ ജാട നോക്കേ. വല്ല കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞിട്ട്? വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു വ്ളോഗ് വന്നപ്പോഴത്തേക്കാണ് ദിയ കൃഷ്ണ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ വ്യക്തത എന്താണെന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കെങ്കിലും മനസ്സിലായത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തന്നെ എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം എടുത്തിട്ട് വന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കണം, സബ്സ്ക്രൈബും ചെയ്തിരിക്കണം, ഹൈപ്പ് കൊടുക്കാണ്ട് വരുന്നത് ഈ നിമിഷം എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പും കൊടുത്തിരിക്കണം. അപ്പം ശരി എന്നാൽ.